തെരഞ്ഞെടുപ്പ് പ്രചരണം മുറുകവെ ലവ് ജിഹാദ് ആരോപണം ഉയർത്തി വട്ടിയൂർക്കാവ് ബി.ജെ.പി. സ്ഥാനാർത്ഥിയും മുൻ DGPയുമായ RS ശ്രീലേഖ. കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നുണ്ടെന്നും സംസ്ഥാന സർക്കാർ കണ്ണടയ്ക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. ലവ് ജിഹാദ് പോലെയുള്ള അതിക്രൂരമായ ക്രൂരകൃത്യം നടക്കുമ്പോൾ കണ്ണടയ്ക്കുന്ന സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്നും സ്ത്രീ സുരക്ഷയ്ക്ക് സംസ്ഥാനത്ത് പ്രാധാന്യമില്ലാത്തത് അതുകൊണ്ടാണെന്നുമാണ് ശ്രീലേഖ പറയുന്നത്. ബ്രഞ്ച് വിത്ത് ശ്രീലേഖ എന്ന പരിപാടിയിൽ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് ഉയർന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ശ്രീലേഖ സർക്കാരിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. അടുത്തിടെ മന്ത്രിയുടെ ഭാര്യയ്ക്ക് ദുരനുഭവം ഉണ്ടായപ്പോൾ നേരിട്ട് വിളിച്ചിട്ട് പോലും പോലീസ് ഇടപെട്ടില്ലെന്നും ശ്രീലേഖ ആരോപിക്കുകയും ചെയ്തു. മന്ത്രി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ടുയർന്ന വിഷയം പരാമർശിച്ചുകൊണ്ടായിരുന്നു ശ്രീലേഖ രംഗത്ത് വന്നത്. ലവ് ജിഹാദ് പോലെയുള്ള അതിക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വരെ നടക്കുമ്പോൾ കണ്ണടയ്ക്കുന്ന ഒരു സർക്കാർ, ദൈവവിശ്വാസമില്ലാത്ത ഒരു സർക്കാരും ദൈവവിശ്വാസം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മന്ത്രിമാരും ഭരിക്കുന്ന ഒരു സർക്കാർ ആകുമ്പോൾ അവർ 100% സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാറില്ല. 2021 നിന്ന് 2026 എത്തി നിൽക്കുമ്പോൾ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം 5 ഇരട്ടിയാണ് വർദ്ധിച്ചിരിക്കുന്നതെന്നാണ് കണക്ക്. കേരളത്തിൽ അതിന് പ്രോത്സാഹനം നൽകുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സ്ത്രീകൾക്കെതിരെ കുറ്റം നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ കരുതുന്ന ഒരു സമൂഹമുണ്ട് ഇവിടെ. അത് ഞാൻ പലപ്പോഴും കാണുന്ന കാര്യമാണ്. ഒരു വനിതാ ഓഫീസറായിട്ടുള്ള എനിക്ക് നേരെ തന്നെ എന്തെങ്കിലും സംഭവമുണ്ടായാൽ അത് നേരിടുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും. പരാതി പറഞ്ഞാലും DGP പോലും എന്നെ പിന്തുണയ്ക്കില്ല. അദ്ദേഹത്തിനെ പിന്തുണയ്ക്കണമെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള അനുവാദം വേണം. രാഷ്ട്രീയ സ്വാധീനം പോലീസിൽ ഇത്ര കഠിനമായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ലാതാകുന്നത്. അത് പോലീസിൽ മാത്രമല്ല, അടുത്തിടെ ഒരു മന്ത്രിയുടെ ഭാര്യയെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ അടച്ചിട്ടപ്പോൾ അവർ 112 വിളിച്ചിട്ടും സഹായം കിട്ടിയില്ല. കാരണം എതിർഭാഗത്ത് നിൽക്കുന്നത് മന്ത്രിയായതുകൊണ്ടാണ്. ഇവിടെ രാഷ്ട്രീയത്തിനാണ് വില. അതിൽ കവിഞ്ഞ ഒന്നുമില്ല എന്നുള്ള സ്ഥിതി വന്നിരിക്കുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് അരക്ഷിതാവസ്ഥയുണ്ട്. വട്ടിയൂർക്കാവിൽ MLA ആയാൽ എൻ്റെ 33 വർഷത്തെ പ്രവൃത്തി പരിചയം കൊണ്ടും നിയമത്തിലുള്ള അറിവ് കൊണ്ടും സ്ത്രീ സംരക്ഷണത്തിനുള്ള നടപടികൾ സ്വീകരിക്കും. കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഉന്നമനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സർക്കാർ മാറി വിശ്വാസികളുടെ സർക്കാർ വരണം. NDA ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷ ഉണ്ടാവുകയുള്ളൂ. ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഒരു വലിയ കാര്യം നടത്തി സ്ത്രീകളുടെ മാനം വരെ രക്ഷിച്ച ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. പക്ഷേ കേരളത്തിൽ അത് ഇല്ല എന്നുള്ളത് സ്ത്രീകൾ ഉൾപ്പെടെ മനസ്സിലാക്കണം. നരേന്ദ്രമോദിയുടെ അതേ തത്വങ്ങളും ആശയങ്ങളുമുള്ള ഒരു മുഖ്യമന്ത്രി നമുക്ക് ഉണ്ടാവണം, ശ്രീലേഖ പറഞ്ഞു. അതേസമയം തന്നെ ശ്രീലേഖയുടെ പരാമർശത്തിനെതിരെ എതിർപ്പും ഉയരുന്നുണ്ട്. വിശ്വാസികളെയും അവിശ്വാസികളെയും ഒരുപോലെ കാണുന്ന ഭരണഘടനാ മൂല്യങ്ങളെ അട്ടിമറിക്കുന്ന പ്രസ്താവനകളാണ് ശ്രീലേഖയുടേത്. ദൈവവിശ്വാസമില്ലാത്ത സർക്കാരും മന്ത്രിമാരുമാണ് കേരളം ഭരിക്കുന്നതെന്ന പരാമർശത്തിലൂടെ മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും അവർ പരസ്യമായി പരിഹസിക്കുകയാണ്. കേരളത്തിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും നിയമവ്യവസ്ഥയെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ നുണപ്രചരണം വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള തരം താണ നീക്കമാണെന്ന് ഇടതുപക്ഷം ആരോപിക്കുന്നുണ്ട്.